പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canonന്റെ iP100 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക, അതിൽ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തുകൊണ്ട് അതിൽ Canon സപ്പോർട്ട് ഇന്ത്യ എന്നുള്ളത് സെർച്ച് ചെയ്യുക. ഇവിടെ കുറേ വെബ്സൈറ്റുകൾ കാണിക്കും. അതിൽ ഫസ്റ്റ് കാണിക്കുന്ന ഈ Canonന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ഇതിലാണ് ഡ്രൈവർ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ആ സപ്പോർട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ മോഡൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ ബ്രൗസ് ബൈ യുവർ പ്രൊഡക്റ്റ് റേഞ്ച് എന്നുണ്ട്. അവിടെ പോയി കണ്ട് കുറേ സെലക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അതിലും ഏറ്റവും ബെസ്റ്റ് നമ്മുടെ മോഡൽ ഏതാണെന്നുള്ളത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ iP100 എന്നുള്ളത് ടൈപ്പ് ചെയ്തു. അപ്പോൾ താഴെ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്തു ആ പേരുള്ളത്. അപ്പോൾ പ്രിൻ്റിൻ്റെ പേരുള്ള ഒക്കെ ഉള്ളൊരു ഫോട്ടോ നെക്സ്റ്റ് പേജായിട്ട് ലോഡായിട്ട് വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഒറ്റ ഓപ്ഷനുള്ളൂ, പ്രിൻ്റ് ഡ്രൈവർ കാണിക്കുന്നുണ്ട് ഇവിടെ താഴെ. അതിന് മുമ്പ് ഏതാണോ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. കൺഫ്യൂഷൻ വേണ്ട. ബ്രാക്കറ്റിൽ ഡിക്റ്റേറ്റഡ് എഴുതി കണ്ടില്ലേ, അതായിരിക്കും നിങ്ങളുടെ വിൻഡോസ് വെർഷൻ വരുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേജ് ഒന്ന് റീഫ്രഷ് ആയിട്ട് വരും. എന്നിട്ട് ഈ ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ താഴെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. എക്സ്ട്രാക്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡിങ് ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ റീജിയൻ ഏതാ അത് സെലക്ട് ചെയ്യുക. ഞാൻ ഏഷ്യ എന്നുള്ളത് സെലക്ട് ചെയ്താൽ നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു. പിന്നെ ഇവിടെ യെസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫയൽ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഏകദേശം ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു മെസ്സേജ് കണ്ടില്ലേ, കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ്. അത് സെലക്ട് ചെയ്യുക. അപ്പം ഇൻസ്റ്റാളേഷൻ ഫയൽ ക്ലോസ് ആവും. ഇനി നിങ്ങൾക്ക് USB കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് ഡ്രൈവർ ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പോൾ സാമ്പിളിന് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മൾ അവിടെ പ്രിൻ്ററിൻ്റെ പേര് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഇവിടെ കാണിക്കുന്നതാണ്. കൺട്രോൾ പാനൽ ഓപ്പൺ ആയി അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ പ്രിൻ്ററിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ ഇവിടെ കാണിക്കും. ഞാൻ എൻ്റെ ലാപ്പിൽ കുറേ പ്രിൻ്റർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ കുറേ കാണിക്കുന്നത്. നിങ്ങളുടെ സിസ്റ്റത്തിൽ അധികം ഇതേപോലെ ലിസ്റ്റായിട്ട് കാണിക്കുന്നതല്ല. ഇപ്പോൾ താഴെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് പ്രിൻ്റർ. ഓക്കെ, പ്രിൻ്ററുടെ മുകളിൽ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ, iP100 സീരീസ് എന്നുള്ളത്. അറിയാൻ റൈറ്റ് ബട്ടൺ ഞെക്കി അതിൽ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത് കൊടുത്തു. ഓക്കെ, അപ്പോൾ പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ചെയ്ത പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.